രാഷ്ട്രീയ പ്രവർത്തകരായാൽ വോട്ടർ പട്ടിക നോക്കണ്ടേ എന്നും പറഞ്ഞ് കോഴിക്കോട്ടെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന VM വിനുവിനെ ആക്ഷേപിച്ചവരും കളിയാക്കിയവരും ഇപ്പോൾ എന്തു പറയും എന്നറിയില്ല. കാരണം LDF MLAക്ക് വോട്ടില്ല. അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ SIR വന്നപ്പോൾ തിരുവല്ല MLAയും മുൻ മന്ത്രിയുമായ മാത്യു ടി തോമസിനും ഭാര്യയ്ക്കും വോട്ടില്ല. 2022 വോട്ടർ പട്ടികയിലാണ് MLAയുടെയും ഭാര്യ അച്ചാമ്മ അലക്സിൻ്റെയും പേര് ഇല്ലാതിരുന്നത്. അതാണ് ഇപ്പോൾ പരിഗണിച്ചു കൊണ്ടിരിക്കുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായി പ്രദേശത്തെ ബൂത്ത് ലെവൽ ഓഫീസറാണ് മാത്യു ടി തോമസ് MLAയുടെയും ഭാര്യയുടെയും പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നത്. SIRുമായി ബന്ധപ്പെട്ട എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുന്ന ഘട്ടത്തിലാണ് പേരില്ല എന്നുള്ള വിഷയം ശ്രദ്ധയിൽപ്പെട്ടത്. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് മാത്യു ടി തോമസ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും SIRനെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു മന്ത്രിയോ MLAയോ ആയിരിക്കുന്ന ഒരാൾക്ക് വന്ന അവസ്ഥ ഇതാണെങ്കിൽ, ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ നിത്യ ചെലവിന് വേണ്ടി ജോലി തേടിപ്പോകുന്ന ഒരാൾക്കാണ് ഈ അവസ്ഥ വന്നിട്ടുള്ളത് എങ്കിൽ ആർക്ക് പരാതി കൊടുക്കും, ആരെ കാണും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. യഥാർത്ഥ ഒരു വോട്ടർക്ക് വോട്ടില്ല എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വോട്ടറെ ഇല്ലായ്മ ചെയ്യുന്നതാണ് ഈ SIR എന്ന് പറയേണ്ടി വരും. 1984 മുതൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ താനും ഭാര്യയും വോട്ട് ചെയ്തിട്ടുണ്ട് എന്നും സാങ്കേതികമായി പേരുൾപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന വിവരമാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചതെന്നും ഉടൻ തന്നെ കമ്മീഷന് പരാതി നൽകുമെന്നാണ് മാത്യു ടി തോമസ് MLA വ്യക്തമാക്കിയത്. 2022 തൻ്റെയും ഭാര്യയുടെയും തിരിച്ചറിയൽ കാർഡുകൾ കൈവശമുണ്ട്, വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ള കാര്യം ഞെട്ടലുണ്ടാക്കി 6 തവണ നിയമസഭയിലേക്ക് മത്സരിക്കുകയും 5 തവണ അതിൽ MLA ആവുകയും 1 തവണ പാർലമെന്റിലേക്ക് മത്സരിക്കുകയും ചെയ്ത ഒരാൾ, 1 തവണ മന്ത്രിയായ ഒരാൾ, രാഷ്ട്രീയ പശ്ചാത്തലമുള്ള അയാൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിലവിലെ പരിശോധനയിൽ വോട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. സാധാരണക്കാരന് വോട്ടില്ല എന്നുള്ളൊരവസ്ഥ വന്നാൽ ഒരു മന്ത്രിയായിരുന്ന ഒരാൾക്ക് ഇത്തരത്തിൽ ഇതിനെ നേരിടേണ്ടി വരുന്നുവെങ്കിൽ സാധാരണക്കാരൻ ഈ വോട്ടിന് വേണ്ടി പിന്നാലെ പോകില്ല എന്നുള്ളത് കൊണ്ട് ആ വോട്ടറെ വോട്ട് ചെയ്യാനുള്ള അവസരമാണ് അവിടെ നിഷേധിക്കപ്പെടുന്നത്. നിലവിലെ പരിശോധനയിൽ 2002 വോട്ടർ സിസ്റ്റത്തിൽ പേര് കാണുന്നില്ല എന്നതാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ അതിന് പിന്നാലെ പോയി ഒരു നിയമസഭയിൽ ഇനിയും മത്സരിക്കേണ്ടി വരുമോ എന്നുള്ളൊരാഗ്രഹമുള്ള ഒരാൾക്ക് അതിന് പിന്നാലെ പോയി വോട്ടർ പട്ടികയിൽ പേരുപെടുത്താൻ കഴിയുമെന്നുള്ളത് കൊണ്ട് മാത്യു ടി തോമസിൻ്റെ പ്രശ്നം ഒരുപക്ഷെ വലിയ പ്രശ്നമാകാൻ സാധ്യതയില്ല. പക്ഷെ സാധാരണക്കാരന് ഈ ഒരു അവസ്ഥ വന്നാൽ തീർച്ചയായും അദ്ദേഹം ഈ വോട്ട് ഉപേക്ഷിച്ച് പോകും എന്നുള്ളത് ഉറപ്പാണ്. അതാണ് SIRനെതിരെ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും അതിശക്തമായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബീഹാറിൽ 65 ലക്ഷത്തോളം വോട്ടുകൾ കാണാനില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെയുള്ള ആളുകളുടെ തന്നെയെന്ന് ഉറപ്പിക്കുന്നതാണ് മാത്യു ടി തോമസിൻ്റെ കാര്യത്തിൽ നിന്നും കേരളം പഠിച്ചിരിക്കുന്ന ഒരു കാര്യം.